അർച്ചന, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങളും വിമർശനങ്ങളും ഭിന്നതയും ഒക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ലോയേഴ്സ് കോൺഗ്രസ് കൂടി മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ പ്ലീഡർ നിയമനത്തിലെ പട്ടിക തയ്യാറാക്കൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നീങ്ങുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KSUമായി ബന്ധപ്പെട്ടാണെങ്കിൽ പിന്നെ പാർട്ടിക്കകത്തു നിന്നും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസും ഇതിൽ വലിയ വിമർശനവുമായി പരസ്യ പ്രതികരണവുമായൊക്കെ രംഗത്തെത്തുകയാണ്. അതായത് വി ഡി സതീശൻ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ഈ സ്റ്റേറ്റ് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് ഈ പ്ലീഡറെ നിയമിച്ചതെന്നാണ്. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ആ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത്. നേരത്തെ പ്രസിഡന്റ് ഈ വാദങ്ങൾ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ സെക്രട്ടറി ആണ് സാബു എന്ന് പറയുന്ന സാബു തൊഴുപ്പാടനാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് വി ഡി സതീശൻ തന്നെ നിയമിച്ച സ്റ്റേറ്റ് അറ്റോർണി അനൂപ് എന്നയാളാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വി ഡി സതീശൻ അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥമാണ് ഈ RSSകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വി ഡി സതീശൻ്റെ അറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യാനുസരണം തന്നെയാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്താണ് അദ്ദേഹം പറയുന്നത്. ഈ അനൂപിനെ നിയമിച്ചതും അനൂപിൻ്റെ ആളാണ് വി ഡി സതീശൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്കൊന്നും തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അതിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ല. ഇതിലെല്ലാം തന്നെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വി ഡി സതീശന് തന്നെയാണ് എന്താണ് ഇപ്പോൾ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഇതൊരു ഭിന്നതയായി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള പോർവിളിയൊക്കെയായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് ഇത്തരത്തിൽ തങ്ങൾ വി ഡി സതീശനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നു എന്ന് പറഞ്ഞ് നേരത്തെ വന്നിരുന്നു. ചന്ദ്രശേഖരനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. തങ്ങൾക്കിതിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, തങ്ങളല്ല ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. സ്വാഭാവികമായും ഓരോ ജില്ലകളിൽ ഇന്നയാളെ ചുമതലപ്പെടുത്തുകയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ ചെയ്യുക. അതിനുശേഷം അത് സ്റ്റേറ്റിലേക്ക് അയക്കുകയാണ്. അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൽ പൂർണ്ണമായും ഉത്തരവാദിത്തം മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് എന്താണ് പറയുന്നത്. മാത്രമല്ല ഈ അനൂപിനെ അടക്കം നിയമിച്ചത് ഈ മുഖ്യമന്ത്രി വി ഡി സതീശനാണ്. അദ്ദേഹത്തിൻ്റെ വലങ്കൈ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിൽ ലോയേഴ്സ് കോൺഗ്രസിനെ യാതൊരു തരത്തിലും ഇടപെടുത്തിയിട്ടില്ല. മാത്രമല്ല ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് ഈ അനൂപ് എന്ന് പറയുന്നത്. ഹൈക്കോടതി അഭിഭാഷകരായ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇതിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അനൂപിനെ നിയോഗിച്ചു, എന്തിൻ്റെ മാനദണ്ഡ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകളടക്കം ഇത്തരത്തിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ആളുകളാണ്. വളരെ ജൂനിയർ ആയിട്ടുള്ള ഇതിൽ കാലാവധി അടക്കം പൂർത്തിയാക്കാത്ത ആളുകളടക്കം ഈ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ ചെയ്ത പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം അത് തങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്ന് തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഉള്ളിലകത്തും രൂപപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലിപ്പോൾ ഒരു വിഭാഗം വി ഡി സതീശനെ അനുകൂലിച്ചും മറുവിഭാഗം ഇത്തരത്തിൽ വി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനവുമായി തന്നെയാണ് രംഗത്തെത്തുന്നത്. എന്തായാലും വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസ് ഈ പ്ലീഡർ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. നേരത്തെ വി ഡി സതീശൻ ഇതൊക്കെ ലോയേഴ്സ് കോൺഗ്രസ് ആണ് ഈ പട്ടിക തയ്യാറാക്കിയത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്ന് പറഞ്ഞ് തലയൂരുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അങ്ങനെയല്ല, തങ്ങൾക്കല്ല ഇതിൻ്റെ ഉത്തരവാദിത്തം. വി ഡി സതീശൻ തന്നെ നിയമിച്ച അനൂപ് നായർ എന്ന അറ്റോർണി അയാളാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്, അയാളാണ് സ്റ്റേറ്റിലേക്ക് അയച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്തം വി ഡി സതീശനും അദ്ദേഹത്തിനുമാണ് എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തലയൂരിപ്പോകാൻ എന്തായാലും വി ഡി സതീശന് ലോയേഴ്സ് കോൺഗ്രസിന് തലയിലിട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. എന്തായാലും ഭിന്നതയും പൊട്ടിത്തെറികളും രൂക്ഷമാവുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. രണ്ട് വിഭാഗമായി, അതായത് കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് വിഭാഗമായി ഇത് മാറുകയാണ്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലൊരു ഭിന്നിപ്പ് ഒക്കെ ഇതിൽ കാണാവുന്നതാണ്. KCC വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തുന്നത് കാണുന്നുണ്ട്. എന്തായാലും KPCC അടക്കം ഇത്തരത്തിൽ പരസ്യപ്പോരിലേക്ക് കടക്കരുത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ വി ഡി സതീശനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയത്. അവരെ അടക്കം പരിഗണിക്കാതെയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അതിലെ പ്രമുഖരായ അല്ലെങ്കിൽ ഇത്തരത്തിൽ സീനിയറായ അഭിഭാഷകരെ ഒന്നും ലോയേഴ്സ് കോൺഗ്രസ് സംഘടന എന്ന അതിലുള്ള ആളുകളെ പോലും നിയമിക്കാതെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ നിയമിച്ച് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വലിയ വിമർശനം, വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസിൽ വി ഡി സതീശനെതിരെ ഉയർന്നത്.
അതായത് അർച്ചന, ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് അനൂപ് നായരാണ്. ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ താല്പര്യം അനുസരിച്ചാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് ആരോപണം. ഇതിൽ സീനിയോറിറ്റിയുള്ള പലരും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് പുറത്തു വന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപമൊക്കെയാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പലരും ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഉമ്മ, തീർച്ചയായും. അതായത് ഈ ലോയേഴ്സ് കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിലെ മുതിർന്ന അഭിഭാഷകരും സീനിയറായിട്ടുള്ള ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവരെയൊന്നും പരിഗണിക്കാതെ RSSകാർക്കും മറ്റ് സംഘടനയിലെ നേതാക്കൾക്കും ഒക്കെ എങ്ങനെയാണ് ഇതിൽ കയറിപ്പറ്റാൻ കഴിയുക എന്താണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ചോദ്യം. KSU അടക്കം അത് തന്നെയാണ് ഉന്നയിച്ചത്. എന്തുകൊണ്ട് ഈ RSS അനുഭാവിയായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ കയറിപ്പറ്റുന്നു എന്താണ് ഏറ്റവും പ്രധാനമായും അവർ അടക്കം ഉന്നയിച്ചത്. പക്ഷേ ഇതൊക്കെ വി ഡി സതീശൻ്റെ താല്പര്യാർത്ഥമാണ് എന്താണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അറ്റോർണിയായി നിയമിച്ച അനൂപ് വി ഡി സതീശൻ്റെ ആളാണ്. അദ്ദേഹമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുകയും മുൻനിരയിൽ ഇത്തരത്തിൽ RSSകാരുടെ അടക്കം പേരുകൾ, RSS അനുഭാവികളായിട്ടുള്ള ആളുകളുടെ അടക്കം പേരുകളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തത്. അതിനാൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള സീനിയറായിട്ടുള്ള ആളുകളെ ഒന്നും പരിഗണിക്കാതെയാണ് ഈ RSSകാരൊക്കെ ഈ ലിസ്റ്റിൽ കയറിപ്പറ്റുകയും അവരെ ലീഡറാക്കി നിയമിക്കുകയൊക്കെ ചെയ്തത് എന്താണ് ഏറ്റവും പ്രധാനമായി വി ഡി സതീശനെതിരെ ഉയരുന്ന രൂക്ഷമായ വിമർശനം. അതുകൊണ്ട് തന്നെയാണ് ഇവർ പരസ്യ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാം, അലോഷ്യസ് സേവ്യറിന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിക്കാൻ പോലും അനുവാദം നൽകിയിട്ടില്ല. ഈ ലീഡർ നിയമനത്തെ ചൊല്ലി സർക്കാരിന് ഒരു പിഴവ് പറ്റി, അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന രീതിയിലാണ് അലോഷ്യസ് മുഖ്യമന്ത്രി കാണാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ കണ്ടില്ല. പിന്നീട് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എങ്ങനെയാണെന്ന് നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തഴയുന്ന രീതിയിലേക്കാണ് വി ഡി സതീശൻ നിലപാടെടുത്തത്. എന്തായാലും ഒരു തന്നിഷ്ടപ്രകാരം എന്ന രീതിയിലേക്ക്, ഏകപക്ഷീയമായ നിലപാടെന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശൈലി മാറുകയാണ്. അതിനെതിരെയുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കടുപ്പിക്കുന്നത്. അതിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നാണെങ്കിലും കോൺഗ്രസിൽ നിന്നാണെങ്കിലും ഒക്കെ അത്തരത്തിലൊരു ഗ്രൂപ്പ് തർക്കമാകുന്നു. അതേസമയം തന്നെ വി ഡി സതീശൻ്റെ ശൈലിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ, ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയാണ് എന്തായാലും ഈ നീക്കങ്ങൾ. എന്തായാലും RSSകാർ ഇതിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ്റെ താല്പര്യാർത്ഥം മാത്രമാണ് എന്ന് തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസ് പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കേണ്ട, അതിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റാൽ മതി എന്ന് തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും വി ഡി സതീശനെതിരെയുള്ള വലിയൊരു നീക്കം തന്നെ പാർട്ടിക്കകത്തും ഇത്തരത്തിലുള്ള ലോയേഴ്സ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനക്കകത്തും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടിനെതിരെയും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ വിമർശനം കടുപ്പിക്കുന്നത്. സംഘടനയോ പാർട്ടിയോ ഒന്നും പരിഗണിക്കാതെ, ഈ കോൺഗ്രസിലെ ആളുകളെ ഒന്നും പരിഗണിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിലെ പരിഗണിക്കാതെ ഈ RSSകാരൊക്കെ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും. എന്തായാലും വലിയ പൊട്ടിത്തെറികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ എങ്ങനെ മാറിയും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും കൂടുതൽ പേർ ഇത്തരത്തിൽ രംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ വി ഡി സതീശനെ അനുകൂലിച്ചെത്തുന്നവരുമുണ്ട്. എന്തായാലും കൂടുതൽ രൂക്ഷമാവുകയാണ് പ്രതിസന്ധി. ഉമ്മ.